ഐ ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മെഷർമെന്റ് ഓഫ് ടൈം ആൻഡ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണം കാണാൻ, കാരണം ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈവൻ നിങ്ങൾക്ക് ഇനി അത് ബോറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് കണ്ടാലും മതി, പക്ഷേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്തെങ്കിലും ഒരു പോയിന്റ് വിട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരും. ഓക്കെ, അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലം ആണ് അല്ലേ? സിമ്പിൾ പെൻഡുലം, നമ്മൾ പെൻഡുലം ക്ലോക്ക് പഠിച്ചപ്പോൾ എന്താണ് പെൻഡുലം എന്ന് പഠിച്ചു. അപ്പോൾ പെൻഡുലം പഠിച്ചപ്പോൾ നമ്മൾ ടൈം പീരീഡ് പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈം പീരീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കി. അപ്പം നമുക്ക് എന്താ കൺക്ലൂഷനിലായിരുന്നു നമ്മൾ എത്തിയത്? ദ ടൈം പീരീഡ് ഓഫ് എ പെൻഡുലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം എവരിവെയർ അല്ലേ? അതിൻ്റെ ലെങ്ത്, ഇപ്പം ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് സെയിം ആണെന്ന് നമുക്ക് മനസ്സിലാക്കി അല്ലേ? ഇനി നമുക്ക് ഈ കുളത്തിൽ കിടക്കുന്ന കാര്യം ഒന്ന് ജസ്റ്റ് നോക്കിയാലോ. നമുക്കറിയാം, ഹിസ്റ്റോറിക്കൽ എക്സ്പെരിമെന്റ് നടത്തിയത് ആരാണ്? നമ്മൾ ഇതിങ്ങനെ ആ ഒരു പെൻഡുലം ക്ലോക്കിലേക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു പെൻഡുലം കിട്ടിയത് എവിടെ നിന്നാണ്? ഗലീലിയോയുടെ ഒരു ഒബ്സർവേഷൻ വഴിയാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം വാച്ചിന് പകരം പൾസ് ബീറ്റ് ആയിരുന്നു അദ്ദേഹം മനസ്സിലാക്കി എടുത്തത് അല്ലേ? ഇനി സപ്പോസ് യു വെയർ ഗലീലിയോ എക്സ്പെരിമെന്റ് വിത്ത് പെൻഡുലം, വാട്ട് ഓൾ വുഡ് യു ഇൻവെസ്റ്റിഗേറ്റ്? എന്തായിരിക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്? വാട്ട് ക്വസ്റ്റ്യൻ കുഡ് യു ആസ്ക്? വുഡ് ഓൾ പെൻഡുല ഹാവ് ദ സെയിം ടൈം പീരീഡ്? ഹൗ ഡു യു ടെസ്റ്റ് ദിസ്? എങ്ങനെ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങളാണ് ഇപ്പൊ ഗലീലിയോയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കും ഈ പെൻഡുലം അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്? എല്ലാ പെൻഡുലവും ഒരേ ടൈം പീരീഡ് ആണോ കാണിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ തന്നെ ആൻസർ പറഞ്ഞായിരുന്നു അല്ലെ? എല്ലാ പെൻഡുലവും ഒരേപോലെ ആണോ കാണിക്കുന്നത്? അല്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അത് അറിയുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കണം. എങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്ത് നോക്കണം? നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ലെങ്ത് അതിനെ അഫക്റ്റ് ചെയ്യുമോ എന്ന് നോക്കണം അല്ലെ? ഹൗ ഡസ് ദ ലെങ്ത് അഫക്റ്റ് ഇറ്റ്? പിന്നെന്താ നമുക്ക് നോക്കേണ്ടത്? പിന്നെ ആ പെൻഡുലത്തിനകത്ത് എന്താ ഉള്ളത്? ആ പെൻഡുലത്തിനകത്ത് ഒരു ബോബ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ആ ബോബിന്റെ മാസ്, വെയിറ്റ് ഒന്ന് കൂട്ടി നോക്കിയാൽ അല്ലെങ്കിൽ കുറച്ചു നോക്കിയാൽ നമുക്ക് ഒരേപോലെയുള്ള എന്താണ് ഇതാണോ കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കണം അല്ലെ? ഒരേപോലെയുള്ള ടൈം പീരീഡ് ആണോ കിട്ടുന്നതെന്ന് നോക്കണം. ഇങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കേണ്ടത്. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ഒരു കൊച്ചു കുട്ടികളൊക്കെ പലതും കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ന്യൂസ്, ഈയിടെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ നിങ്ങൾ എന്താണ് സയൻസ് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും അതെന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലേ? അപ്പൊ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള തിങ്സ് നിങ്ങൾ പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ സയൻസ് പഠിക്കാം. പൊതുവെ സയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. സയൻസ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബേസിക്സ് അറിയാത്തത് കൊണ്ടാണ്. ബേസിക്സ് പഠിച്ചവർക്ക് ഇത്ര എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് വേറെ കാണില്ല. നിങ്ങളൊക്കെ ഭാവിയിൽ ഇനി സയന്റിസ്റ്റുകളാകില്ല എന്ന് ആര് കണ്ടു? മനസ്സിലായോ? അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററും ഒരു ടൈമും അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധ കൊടുത്തു വേണം ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. ബോറടിച്ച് പഠിക്കല്ലേ, ഇഷ്ടത്തോടെ പഠിക്കണം കേട്ടോ. ഈ ചാപ്റ്റർ എന്ന് മാത്രമല്ല, നമ്മൾ എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇഷ്ടത്തോടെ പഠിച്ചാൽ നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് എക്സ്പെരിമെന്റിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് അറിയേണ്ടത് എന്താണ്? പെൻഡുലം എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പെൻഡുലം എടുത്തായിരുന്നു. 8.7 നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കി അല്ലേ? 100 സെന്റിമീറ്റർ ആക്കിയിട്ട് നമ്മൾ നോക്കിയപ്പോൾ 100 സെന്റിമീറ്റർ ആക്കി നമ്മളത് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? ടൈം പീരീഡ് സെയിം ആയിട്ടാണ് കണ്ടത്. അങ്ങനല്ലേ നമ്മൾ കൺക്ലൂഷനിൽ എത്തിയത്? പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എവറി ടൈം എന്താണ്? സെയിം ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് അല്ലെ, നമുക്ക് ഫസ്റ്റ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്യുമോ എന്ന് നോക്കണം അല്ലെ? അപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്തു? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തോ? നിങ്ങളല്ലേ എക്സ്പെരിമെന്റ് ചെയ്യുന്ന കുട്ടി സയന്റിസ്റ്റുകൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഇതിനൊരു 150 സെന്റിമീറ്റർ എടുത്തിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ക്ലാസ്സിലിരിക്കുന്ന ഓരോരുത്തർ ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് എന്തായിരിക്കും ഒബ്സർവേഷൻ കിട്ടുന്നത്? ഒന്ന് ഗസ് ചെയ്യാവോ?
ഞാൻ തന്നെ പറയാം. എന്താണ്, എല്ലാവർക്കും ഓൾമോസ്റ്റ് എന്ത് തന്നെ ആയിരിക്കും, സെയിം ടൈം പീരീഡ് തന്നെ ആയിരിക്കും. എപ്പോ എല്ലാവരും കറക്റ്റ് 150 എടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി കുറച്ച് ആൾക്കാർ 50 എടുത്തു, പകുതിയാക്കി, ഇതിന്റെ ലെങ്ത് കുറച്ചു. അങ്ങനെയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും എന്തായിരിക്കും കിട്ടുന്നത്? സെയിം ടൈം പീരീഡ്, ഓൾമോസ്റ്റ് സെയിം ടൈം പീരീഡ് ആയിരിക്കും കിട്ടുന്നത്. ഇനി അടുത്ത കുറച്ച് ആൾക്കാർ എന്താണ് 60 എടുത്തു. അപ്പൊ 60 എടുത്തവർക്കെല്ലാം ടൈം പീരീഡ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ ലെങ്തിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ക്ലിയർ? ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? അതിന്റെ ബോബിന്റെ മാസ് അനുസരിച്ച്, ബോബിന്റെ വെയിറ്റ് അനുസരിച്ചിട്ട് നമുക്കത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് ബോബ് കൊടുക്കുകയാണ്. നല്ല വെയിറ്റ് ഉള്ളത്, വെയിറ്റ് കുറഞ്ഞത്, അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്തപ്പോഴും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ പോയിന്റ്. ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത് ബട്ട് നോട്ട് ഓൺ ഇറ്റ്സ് ബോബ് മാസ്. ബോബിന്റെ മാസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പക്ഷെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓൾ പെൻഡുലം ഓഫ് ദ സെയിം ലെങ്ത്. കണ്ടോ? all pendulum of the same length have same time period at a given location. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതുകൊണ്ടാണ് ഈ ടൈം പീരീഡ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മുടെ സയന്റിസ്റ്റുകള് പെൻഡുലം ക്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഈ ഒരു പെൻഡുലത്തിനെ എടുത്തത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ടൈം കിട്ടണമെങ്കിൽ അത് കറക്റ്റ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വേണ്ടേ? റെഗുലർ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിനെ ഒരു നമ്മൾ അതിൽ നിന്ന് നമുക്ക് ടൈം കണ്ടെത്താൻ സാധിക്കുള്ളൂ. നമ്മൾ വാട്ടറിന്റെ ഒക്കെ കണ്ടില്ലേ മൂവ്മെന്റും ഒക്കെ, അതുപോലെ. ക്ലിയർ? അപ്പൊ ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഓഫ് എ ഗിവൺ ലെങ്ത് ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ പ്ലേസ്. ദിസ് പ്രോപ്പർട്ടി യൂസ്ഡ് ഇൻ ദ മെഷർമെന്റ് ഓഫ് ടൈം. അതുകൊണ്ടാണ് നമ്മൾ ടൈം മെഷർ ചെയ്യാൻ വേണ്ടി സിമ്പിൾ പെൻഡുലം എടുത്തിട്ട് സിമ്പിൾ പെൻഡുലം ക്ലോക്ക് ഒക്കെ ഹ്യൂജിൻസ് ഒക്കെ നിർമ്മിച്ചത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് സിമ്പിൾ പെൻഡുലം ക്ലോക്ക് ഒക്കെ നമുക്ക് കിട്ടി. സിമ്പിൾ പെൻഡുലത്തിനെ കുറിച്ചുള്ള പ്രത്യേകത പഠിച്ചു. ഇനി ഇപ്പൊ നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ? കൂടുതലും പെൻഡുലം ക്ലോക്ക് ഇല്ലാതെ ഇപ്പൊ നമുക്ക് എന്താണുള്ളത്? മോഡേൺ ക്ലോക്സുകൾ വന്നല്ലേ? ഓൾ ക്ലോക്സ്, അതായത് ഓൾഡ് ആണെങ്കിലും മോഡേൺ ആണെങ്കിലും, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? റിപ്പീറ്റിംഗ് കണ്ടിന്യൂസ്, ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം പെൻഡുലം ആണെങ്കിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു ഓസിലേഷനെ ബേസ് ചെയ്തിട്ട് അല്ലേ? മോഡേൺ ക്ലോക്കുകളൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മോഡേൺ ക്ലോക്ക് നമുക്ക് 2-3 തരത്തിലുള്ള മോഡേൺ ക്ലോക്സുകൾ ഉണ്ട് അല്ലേ? അതിൽ നിങ്ങൾ ക്വാർട്സ് ക്രിസ്റ്റൽ ക്ലോക്കുകൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചില വാച്ചിൽ ക്വാർട്സ് ക്ലോക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ? വലിയ ക്ലോക്കിലൊക്കെ ക്വാർട്സ് എന്ന് എഴുതിയില്ലേ? അതെന്താണ് അവിടെ നടക്കുന്നത്? അവിടെ വൈബ്രേഷൻ ആണ്. മനസ്സിലായോ? ക്വാർട്സിന്റെ വൈബ്രേഷൻ വെച്ചിട്ട്. അപ്പൊ അവിടെ എന്താണ്? ആ വൈബ്രേഷൻ ഒരു റെഗുലർ റിപ്പീറ്റിംഗ് മൂവ്മെന്റ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു പ്രോസസ്സാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ആറ്റോമിക് ക്ലോക്കുകളുണ്ട്, ആറ്റത്തിന്റെ വൈബ്രേഷൻ അനുസരിച്ചിട്ട്. അപ്പൊ അവിടെ എന്താണ്? ഈ ആറ്റത്തിന്റെ വൈബ്രേഷൻ അല്ലെ, അത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോസസ് അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലോക്കിന്റെ കാര്യം എടുത്താലും എന്താണ്? ആ 12 കഴിഞ്ഞ് പിന്നെയും 1 2 3 4 5 12, പിന്നെയും 1 2, അങ്ങനെയല്ലേ? അതായത് ഏത് ക്ലോക്ക് ആണെങ്കിലും ഓൾഡ് ആണെങ്കിലും മോഡേൺ ആണെങ്കിലും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? സം പ്രോസസ് റിപ്പീറ്റിംഗ് കണ്ടിന്യൂസ്ലി അല്ലെ? ഏതോ ഒരു പ്രോസസ്സ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ റിപ്പീറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു മാർക്ക് ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം. ആ പോയിന്റ് പിടികിട്ടിയോ? അപ്പൊ നമുക്ക് 2 പോയിന്റ് ഇവിടെ നിന്ന് കിട്ടി. എന്താണ്? ഒന്ന് സിമ്പിൾ പെൻഡുലം അതിന്റെ ലെങ്തിനെ ബേസ് ചെയ്തിട്ട് ഒരേ ലെങ്ത് ഉള്ളതിന് സെയിം എന്തായിരിക്കും? ടൈം പീരീഡ് ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാ ക്ലോക്കുകളും റിപ്പീറ്റിംഗ് പ്രോസസ്സ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന 2 പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇനി ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കാം. മോഡേൺ ക്ലോക്ക് മെഷർ ടൈം യൂസിങ് ദ സെയിം ബേസിക് പ്രിൻസിപ്പിൾ. എന്താണ്? പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് പ്രോസസ്. ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് അല്ലേ? പീരിയോഡിക്കലി റിപ്പീറ്റിംഗ് പ്രോസസ്. പീരിയോഡിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, സെയിം ആയിട്ടുള്ള ആ ഒരു മൂവ്മെന്റിനെയാണ് പീരിയോഡിക്കലി എന്ന് പറയുന്നത്. ബട്ട് യൂസ് ടൈനി ആൻഡ് വെരി റാപ്പിഡ് വൈബ്രേഷൻ എയ്തർ ഫ്രം ക്വാർട്സ് ക്രിസ്റ്റൽ, ക്വാർട്സ് ക്ലോക്ക്, അല്ലെങ്കിൽ സം സ്പെസിഫിക് ആറ്റോമിക് ക്ലോക്ക്. ഇതൊക്കെ എന്താണ്? വെരി റാപ്പിഡ് ആയിട്ടുള്ള
ടൈനി ആയിട്ടുള്ള വൈബ്രേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവർക്ക് എന്താണ്, വളരെ ടൈനി ആയിട്ടുള്ള ടൈം വരെ നമുക്ക് നല്ല കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്തിൽ നിന്ന് കിട്ടും, മോഡേൺ ക്ലോക്കിൽ നിന്ന് കിട്ടും. നമ്മുടെ ഹ്യൂജൻസിന്റെ ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ, പെൻഡുലം ക്ലോക്ക് ആയിരുന്നു എന്നല്ലേ. അതും ഒരു ആക്യുറേറ്റ് തന്നെയാണ്. എന്നാൽ പോലും അതിന്റെ ആ ഒരു പെൻഡുലത്തിന്റെ ആ സ്വിങ് ഉണ്ടല്ലോ, നമ്മുടെ സ്വിങ് തന്നെ ചില സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്വിങ് ചെയ്യും, ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ അത് സ്ലോ ആയിട്ട് സ്വിങ് ചെയ്യില്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ലോസ് ഒക്കെ ഉണ്ടാവും. ഓൺലി 1 സെക്കൻഡ് ഒക്കെ ഒരു ലോസ് ഒക്കെ ഒരു ദിവസത്തിൽ ഉണ്ടാവാം നമ്മുടെ പെൻഡുലം ക്ലോക്കിൽ. എന്നാൽ നമ്മുടെ മോഡേൺ ക്ലോക്ക് ആണെങ്കിലോ ലോസ് ഓൺലി 1 സെക്കൻഡ്. ഓൺലി 1 സെക്കൻഡ് ലോസ് ആകും എപ്പോഴാണ്, മില്യൺസ് ഓഫ് ഇയേഴ്സിലൊക്കെ അങ്ങനെ ഒരു ലോസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ അത്ര ആക്യുറേറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, മോഡേൺ ക്ലോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ഇപ്പോഴുള്ള സ്മാർട്ട് വാച്ച് വരെ ആയി നമുക്ക് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അന്ന് ആ ഒരു പ്രോസസ്സിൽ വെറുതെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ടൈം കണ്ടെത്തുന്ന ക്ലോക്കുകൾ കിട്ടുമോ? ഇല്ല അല്ലേ. ഓക്കെ, അപ്പൊ സയന്റിസ്റ്റ് ആർ കോൺസ്റ്റന്റ്ലി സെർച്ചിങ് ഫോർ ഈവൻ ബെറ്റർ വേസ് ടു മെഷർ ദ ടൈം വിത്ത് ഗ്രേറ്റർ ആക്യുറസി. ക്ലിയർ? അങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരുപാട് മോഡേൺ ക്ലോക്സുകളൊക്കെ വന്നത്. അപ്പൊ നമുക്ക് പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. 2 പോയിന്റ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പോൾ മോഡേൺ ക്ലോക്സുകളുടെ കുറച്ച്, ഇതാണ് നമ്മുടെ പെൻഡുലം കണ്ടോ. ഇതും സം കോമൺ ക്ലോക്സ് ആൻഡ് വാച്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, ജസ്റ്റ് ഒരു പടം കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പെൻഡുലം ഒരുവിധം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? പെൻഡുലത്തിന്റെ മറന്നു പോകാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊന്നും മറന്നു പോകരുത്. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ് SI യൂണിറ്റ് ഓഫ് ടൈം. എന്താണ് SI യൂണിറ്റ് ഓഫ് ടൈം എന്ന് നമുക്ക് നോക്കാം. എന്താണ് SI മീൻസ് സിസ്റ്റം ഇന്റർനാഷണൽ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് അതിന്റെ ഫുൾ ഫോം ഇന്റർനാഷണലി നമ്മൾ അംഗീകരിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ അതിനകത്ത് ടൈമിന്റെ യൂണിറ്റ് എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ. ടൈമിന്റെ യൂണിറ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടൻറ്റ്, സെക്കൻഡ്. എന്താണ്? SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. മറക്കില്ലല്ലോ. ഇനി അതിന്റെ സിമ്പിൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? നമ്മുടെ സ്മോൾ എസ് ആണ് കേട്ടോ, സ്മോൾ എസ് ആണ്. ക്ലിയർ? അപ്പൊ SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്, അതിന്റെ സിമ്പിൾ സ്മോൾ എസ്. ദ ലാർജർ യൂണിറ്റ് ഓഫ് ടൈംസ് ആർ എന്തിലൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും? മിനിറ്റ്സ്, അവേഴ്സ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ കൊച്ചു ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ SI യൂണിറ്റ് ചോദിച്ചാൽ എന്ത് പറയണം? സെക്കൻഡ് പറയണം. ഇനി 60 സെക്കൻഡ്, 60 സെക്കൻഡ് എന്ന് പറയുന്നതാണ് 1 മിനിറ്റ്. ഓർത്തിരിക്കുക, 60 സെക്കൻഡ്സ് എന്ന് പറയുന്നതാണ് 1 മിനിറ്റ് എന്ന് പറയുന്നത്. 60 മിനിറ്റ് എന്ന് പറയുന്നതാണ് 1 അവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലെക്ചർ നോട്ട് ഉണ്ടെങ്കിൽ അതിൽ എഴുതി ഒരു കോളം വരച്ചിട്ടേക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ മറക്കത്തില്ല. ക്ലിയർ? ഓക്കെ, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. ഇതുപോലെയുള്ള യൂണിറ്റ് ഒക്കെ വരുമ്പോൾ ഒരു ഷോർട്ട് നോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സാമിന് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇതിനകത്ത് ഒരുപാട് യൂണിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഇക്വേഷൻസ്, യൂണിറ്റ്സ്, ഇതെല്ലാം ഒരു ഷോർട്ട് നോട്ടാക്കിയിട്ട് ചെറിയൊരു ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ കയറുമ്പോൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ക്ലിയർ? ഈ ടേബിൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യൂണിറ്റ് ഓഫ് ടൈം സച്ച് ആസ് സെക്കൻഡ്, മിനിറ്റ്, അവർ ബിഗിൻ വിത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് പറയുന്നത്. ലോവർ കേസ് ലെറ്ററിലായിരിക്കണം എഴുതേണ്ടത്. എക്സെപ്റ്റ് എപ്പോഴാണ്? സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ മാത്രമേ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ പാടുള്ളൂ. പിന്നെ സിമ്പിൾ എസ്, മിനിറ്റ്, അവേഴ്സ് എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, ഇത് ഇങ്ങനെ തന്നെ എഴുതണം. അല്ലാതെ നമ്മളിപ്പം HRS എന്ന് പറഞ്ഞ അവേഴ്സ് അങ്ങനെ എഴുതരുത്. ഇപ്പൊ സെക്കൻഡിന് SEC എന്ന് എഴുതുന്നുണ്ട്, അങ്ങനെ എഴുതരുത്. എസ്, മിനിറ്റ്, HAMINH ഇങ്ങനെ തന്നെ എഴുതുക. ലോവർ കേസിൽ തന്നെ എഴുതാൻ നോക്കുക. ഓക്കെ, നോട്ട് എ ഫുൾ സ്റ്റോപ്പ് ഈസ് നോട്ട് റിട്ടൺ ആഫ്റ്റർ ദ സിമ്പിൾ. സിമ്പിൾ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടണ്ട. എപ്പോഴാണ് ഇടേണ്ടത്? ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ആണെങ്കിൽ ഓക്കെ, അല്ലാതെ നമ്മൾ ഇടയ്ക്ക് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എഴുതുമ്പോൾ എന്താണ്? ഒരു സ്പേസ് ഇടണം. ഇപ്പൊ 1 മിനിറ്റ്, ഇതാണ് സിമ്പിൾ 1, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഫാസിനേറ്റിംഗ് ഫാക്ട് ഒന്ന് നോക്കണോ? ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്.
ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഘടിക യന്ത്ര എന്ന് പറഞ്ഞ് നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന 19th സെഞ്ച്വറിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു ക്ലോക്കിനെ പറ്റിയാണ് പറയുന്നത്. ഇതിന്റെ പേരെന്താണ്? ഘടിക യന്ത്ര. ഇതെങ്ങനെയാണ്? ഇത് നമ്മൾ നേരത്തെ വാട്ടർ ക്ലോക്ക് പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു ബൗൾ ഉണ്ടാവും. ആ ബൗളിന്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ബൗൾ എന്താണ്? ഒരു വെള്ളത്തിനകത്ത് ഇറക്കി വെക്കുമ്പോൾ അത് മുങ്ങുന്നത് ആ ഒരു ടൈമാണ് അവരെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ മുങ്ങുന്ന ആ ഒരു ടൈം അവർ നോക്കിയപ്പോൾ 24 മിനിറ്റ്സ് ആണ് ആ ഒരു ബൗൾ ഫില്ല് ചെയ്ത് സിങ്ക് ആവാനുള്ള ടൈം. ക്ലിയർ? അപ്പോൾ ദ ടൈം യൂണിറ്റ് മെഷേർഡ് ബൈ ദിസ് ക്ലോക്ക് വാസ് കോൾഡ്, ആ ടൈം യൂണിറ്റിനെ അവർ ഘടിക എന്നാണ് അല്ലെങ്കിൽ ഘടി എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ 19th സെഞ്ച്വറിയിലെ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടൈം ആയിട്ടാണ് അത് കണ്ടിരുന്നത്. അതുപോലെ തന്നെ ഒരു ഹോൾ ഡേ, അതായത് 24 അവേഴ്സ് ഒരു ലോങ് ഡേ അവരെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 60 ഈക്വൽ ഘടീസ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ജസ്റ്റ് ഒരു ഫാസിനേറ്റിംഗ് ഫാക്ട്. ക്ലിയർ? അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു wall clock shown in figure carefully. What is the smallest interval of time you can measure with it? എന്തായിരിക്കും ആൻസർ? നിങ്ങൾക്കറിയാം ഇതിനകത്ത് എത്ര ഹാൻഡ് ഉണ്ട്? ഒന്ന് ഒരു അവർ ഹാൻഡ് ഉണ്ട്, ഒരു മിനിറ്റ് ഹാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ആരാണ്? സെക്കൻഡ് ഹാൻഡ് ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പീഡിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് പോകുന്ന ആരാണ്? സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്മോൾ സെക്കൻഡ്സ് നമുക്ക് അതിനകത്ത് കണ്ടെത്താൻ സാധിക്കും അല്ലേ? അതുകൊണ്ട് 1 second ഈസ് ദ സ്മോളസ്റ്റ് ഇന്റർവൽ ഓഫ് ടൈം ദാറ്റ് വി ക്യാൻ മെഷർ യൂസിങ് വിത്ത് ദ ക്ലോക്ക്. അപ്പം ഏതാണ് ഏറ്റവും സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്? 1 second ആണ്. ക്ലിയർ? ഇനി നമുക്ക് ഈ ഒരു കോളം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇൻ ടുഡേയ്സ് വേൾഡ് മെഷറിങ് ടൈനി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നതും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ ഒരു സ്പോർട്സ് എടുക്കുകയാണ് അല്ലേ? നിങ്ങൾ കാണുന്ന സ്പോർട്സിൽ ചിലപ്പോൾ 1 സെക്കൻഡ് വ്യത്യാസത്തിലായിരിക്കും മറ്റൊരാളായിരിക്കും വിൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 100 അല്ലെങ്കിൽ ഈവൻ 1000 വെറും മില്ലി സെക്കൻഡിൽ നമുക്ക് ആരെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും? വിന്നറിനെ ഒരു റേസിൽ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു മെഡിക്കൽ ഫീൽഡ് എടുക്കുകയാണ്, നിങ്ങൾക്കറിയാം ECG ഒക്കെ എടുക്കുമ്പോൾ അതിലുള്ള ആ ഒരു മില്ലി സെക്കൻഡ് വേരിയേഷൻ നമുക്ക് എന്താണ്? വളരെ വലിയൊരു രോഗത്തിനെ ഒരു ഇഷ്യൂ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെ? ഹാർട്ട് ബീറ്റിലുള്ള ഒരു ചെറിയൊരു മില്ലി സെക്കൻഡ് വേരിയേഷൻ പോലും നമുക്ക് ഒരു രോഗം നിർണ്ണയിക്കാൻ സാധിക്കും. ക്ലിയർ? ഇനി മ്യൂസിക്, ഡിജിറ്റൽ റെക്കോർഡിംഗ്, ക്യാപ്ചർ സൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളതിനകത്ത് എന്താണ്? അവിടെ ഇതുപോലെ തന്നെ റെക്കോർഡിംഗ്, ക്യാപ്ചർ സൗണ്ട് തൗസൻഡ്സ് ഓഫ് ടൈം പെർ സെക്കൻഡ് ഫോർ സ്മൂത്ത് പ്ലേ ബാക്ക്. ഇനി മെനി ഡിവൈസസ് യൂസ് ഈവൻ ഷോർട്ടർ ഇൻ്റർവൽ. നമ്മുടെ സ്മാർട്ട് ഫോൺ, കമ്പ്യൂട്ടർ പ്രോസസ്സ്, ഇതെല്ലാം എന്താണ്? മൈക്രോ സെക്കൻഡിലുള്ള കാര്യങ്ങൾ വരെ ക്യാപ്ചർ ചെയ്താണ് നമുക്ക് പലതും ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡിൻ്റെ വില, ഒരു ടൈമിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലായോ? ടൈം കണ്ടെത്തുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ്? സയൻറ്റിസ്റ്റ് കണ്ടിന്യൂ ടു ഡെവലപ്പ് ഈവൻ മോർ പ്രിസൈസ് ടൈം മെഷറിംഗ് ടൂൾ ഫോർ സ്പേസ് എക്സ്പ്ലോറേഷൻ, മെഡിസിൻസ് ആൻഡ് അഡ്വാൻസ്ഡ് സയൻസ് എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദ ഫാസ്റ്റർ ആൻഡ് മോർ ആക്യുറേറ്റ് അവർ ക്ലോക്ക് ബിക്കം ആൻഡ് ദ മോർ ദേ ഹെൽപ്പ് സൊസൈറ്റി ഇൻ ദ വേ വി മേ നോട്ട് ഈവൻ നോട്ടീസ്. അപ്പോൾ ടൈമിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഓരോ സമയവും നമ്മൾ നഷ്ടപ്പെടുത്താതെ ഇരിക്കാൻ നോക്കുക. ഓക്കെ, സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒന്നാണ്. നമ്മളെ നോക്കി ഒരു സമയവും നിൽക്കില്ല, നമ്മൾ സമയത്തിനനുസരിച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം, ഫോർ എ റേസസ് കവറിങ് ദ സെയിം ഡിസ്റ്റൻസ്. അപ്പോൾ സെയിം ഡിസ്റ്റൻസിൽ റേസ് നിങ്ങൾ കാണുകയാണ്. അപ്പോൾ നിങ്ങൾ വിന്നർ ആരാണെന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിൽ സമയം നോക്കിയാണ് കണ്ടെത്തിയത്. ആരാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കറക്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്തത്, അവരാണ് വിന്നർ. ഓക്കെ, അത് സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. ബട്ട് ഹൗ ക്യാൻ വി ടെൽ ദാറ്റ് വെൻ കമ്പയറിങ് റേസസ് ഓഫ് ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചിട്ട് കണ്ടുപിടിക്കും ആരാണ് വിന്നർ എന്ന്? എങ്ങനെ കണ്ടുപിടിക്കും? ആരാണ് ഫാസ്റ്റിൽ അവിടെ എത്തിയത് എന്ന് നമുക്ക് നോക്കാം അല്ലേ? അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പം നമ്മൾ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റിലോട്ട് പോവാണ്, സ്ലോ ഓർ ഫാസ്റ്റ്. എന്താണ് സ്ലോ ഓർ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് യു ആർ വാച്ചിങ് 100 meter റേസ് ഓൺ എ സ്ട്രെയിറ്റ് ട്രാക്ക്. അപ്പോൾ എല്ലാ പ്ലെയേഴ്സും എന്താണ്? സ്റ്റാർട്ടിംഗ് ലൈനിൽ നിൽക്കുകയാണ്. ബട്ട് ആഫ്റ്റർ സം ടൈംസ് ഒരു ടൈമിൽ
നിങ്ങൾ നോക്കുമ്പോൾ പലരും പല സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ ആരാണ് അതിനകത്ത് ഫാസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പം ഞാൻ എന്താ ഒരു 10 മിനിറ്റ് ആ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഓരോരുത്തരും പല സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഫാസ്റ്റ്? ആ ടൈമിൽ, ആ പർട്ടിക്കുലർ ടൈമിൽ ആരാണോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അതായത് ഏറ്റവും മുന്നിൽ വരുന്നത് എങ്ങനെയാണ്, ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്ത് ഇവിടം വരെ എത്തിയത് ആരാണോ അവരാണ് ഏറ്റവും ഫാസ്റ്റർ എന്ന് നമുക്ക് മനസ്സിലാകും. ക്ലിയർ? നിങ്ങൾ ഓടിക്കളിക്കാറില്ലേ? അതുപോലെ തന്നെ ഇതുപോലെ ഓട്ട മത്സരമൊക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പോൾ someone who is ahead of others at the same instant of time is running faster than them. ക്ലിയർ ആവുന്നുണ്ടോ? someone who has, എങ്ങനെ പറയും നമ്മൾ? someone who has covered more distance within the same time is running faster. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് ഉള്ള ടൈം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആരാണോ ഏറ്റവും മുന്നിൽ മറ്റുള്ളവരെ കടന്നു ചെന്നത്, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് മുന്നിലെത്തിയത്, അയാളായിരിക്കും ഫാസ്റ്റസ്റ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് വെച്ച് നമ്മളൊരു സ്റ്റാൻഡേർഡിൽ പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ object in a given interval of time decided which one is faster or which one is slower. Clear? We often say that the faster runner has higher speed. എന്താണ്? ഫാസ്റ്റർ ആയിട്ടുള്ള റണ്ണറിന് ഹൈ സ്പീഡാണെന്ന് നമ്മൾ പറയും അല്ലേ. യു ആർ പ്രോബബ്ലി ഫെമിലിയർ വിത്ത് ദ വേർഡ് സ്പീഡ്. അപ്പം നമ്മൾ എന്താണ്, നിങ്ങൾ വളരെ സ്പീഡിലാണ് അവൻ വന്നത്, അല്ലെങ്കിൽ ആ കാറ് വന്നത് വളരെ സ്പീഡിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കാറ് അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത ആ ടൈം, മറ്റുള്ളവരെടുത്ത സെയിം ടൈമിൽ മറ്റുള്ളവരെക്കാൾ ഫാസ്റ്റ് ആയിട്ടാണ് ഡിസ്റ്റൻസ് കവർ ചെയ്തു. അതായത് സ്പീഡ് അവിടെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ എന്താണ് ഫാസ്റ്റ് സ്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ പുതിയൊരു വേർഡ് നമ്മൾ കണ്ടു, അവർക്ക് എന്തുണ്ട്, അവർക്ക് സ്പീഡുണ്ട് എന്ന് മനസ്സിലായി. നമുക്ക് സ്പീഡും കൂടെ പഠിക്കണോ? അത് സ്പീഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ക്ലിയർ? അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്